ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ വരുന്ന ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഇഞ്ചി പച്ചടി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിലും നന്നായിട്ട് ഇഞ്ചി പച്ചടി തയ്യാറാക്കുന്നവർ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇനി വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇതവിടെ 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തൈര് എടുക്കുന്ന സമയത്ത് നല്ല കട്ട തൈര് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പുളി ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പുളി കൂടുതലുള്ള തൈരോ പുളി കുറഞ്ഞ തൈരോ എടുക്കാവുന്നതാണ്. എനിക്കിവിടെ നല്ല പുളിയുള്ള തൈരാട്ടോ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്നും അടിച്ചെടുക്കണ്ട. ഇതുപോലെ വിസ്കോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ തൈരിലുള്ള കട്ടകളെല്ലാം നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഇതിവിടെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ്. ഞാൻ ഇവിടെ 1/4 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളകാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പച്ചമുളക് എടുക്കട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പെട്ടെന്നൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഉള്ളതെല്ലാം സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ വറ്റൽ മുളക്, കടുക്, വെളിച്ചെണ്ണ അതെല്ലാം ലാസ്റ്റ് താളിക്കുന്ന സമയത്ത് കാണാം. അങ്ങനെ ഇഞ്ചി ഇവിടെ നന്നായിട്ട് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഇവിടെ മിക്സിയുടെ ചെറിയ ജാറാട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് തേങ്ങയും അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാന്താരി മുളകും ഒപ്പം തന്നെ കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ആദ്യം തന്നെ നന്നായിട്ട് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ആദ്യം തന്നെ ഇതിൽ ഞാൻ തൈര് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. പക്ഷെ ആദ്യം തന്നെ തൈര് ചേർക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചി അരിഞ്ഞ് കിട്ടൂല കേട്ടോ. അതുകൊണ്ട് ഞാൻ ആദ്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കേട്ടോ ചതച്ചെടുത്തിട്ടുള്ള. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. ഞാൻ ഇവിടെ ഒരു 1/4 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി തൈര് ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം എടുത്താലും മതി കേട്ടോ. അങ്ങനെ എന്നിട്ട് നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഒരുപാട് അങ്ങ് അരിഞ്ഞ് മഷി പോലെ ഒന്നും അരിയണ്ട കേട്ടോ. അങ്ങനെ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു തൈര് ബാക്കിയില്ലേ, അതിലേക്ക് നമുക്ക് ഈ ഒരു അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, മറന്നുപോയതല്ല കേട്ടോ. ലാസ്റ്റ് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനത്തെ ഈ ഒരു ലൂസിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഉപ്പെല്ലാം നല്ല കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാം നല്ല കറക്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചിടണം. അതിനുവേണ്ടി ഞാൻ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 2-3 വറ്റൽ മുളക് കട്ട് ചെയ്തതും പിന്നെ നമ്മുടെ നാടൻ കറിവേപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് കറിവേപ്പ് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ ആ ഒരു പച്ചടിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിൽ നല്ല സദ്യ സ്പെഷ്യൽ പച്ചടി ഇവിടെ തയ്യാറായി. അപ്പോൾ ഈ ഒരു പച്ചടി ഇന്ന് ഞാൻ എൻ്റെ രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലും നല്ല ടേസ്റ്റിൽ നിങ്ങൾ തയ്യാറാക്കുന്നവരാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എന്നാലും വീഡിയോ കാണാതിരിക്കരുത്. വീഡിയോ കണ്ട് എല്ലാവർക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒന്നും മറക്കരുത്, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.